കോയമ്പത്തൂർ സ്ഫോടന കേസിലെ ഒന്നാം പ്രതിയും നിരോധിത ഭീകര സംഘടനയായ അൽ ഉമ്മയുടെ സ്ഥാപകനുമായിരുന്ന ബാഷയുടെ വീട്ടിൽ സന്ദർശനം നടത്തി NCHDR പ്രവർത്തകർ. ബാഷയുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സന്ദർശനം. നിരോധിത ഭീകര സംഘടനയുമായി NCHDRന് ബന്ധമുണ്ടെന്ന ആരോപണം ശരിവെക്കുന്ന തെളിവുകളാണിപ്പോൾ പുറത്തു വരുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. അനഘ, ഇവിടെ മനുഷ്യാവകാശ സംഘടന എന്നുള്ള പേരിലാണ് NCHDR പ്രവർത്തകർ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട അല്ലുമ്മയുടെ സ്ഥാപക നേതാവായിട്ടുള്ള ബാഷയുടെ വീട്ടിൽ നേരിട്ട് എത്തിയിട്ടുള്ളത്. ഇത് മനുഷ്യാവകാശ സംഘടന എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള, പ്രത്യേകിച്ചും കോയമ്പത്തൂർ സ്ഫോടന കേസിലെ ഒന്നാം പ്രതിയുടെ വീട്ടിൽ സന്ദർശനം നടത്തുമ്പോൾ എന്ത് സാഹചര്യമാണ് അവർ സമൂഹത്തോട് പറയുന്നത്? ഇക്കാര്യത്തിൽ അന്വേഷണ ഏജൻസി ഏത് നിലയിലാണ് ഇവരെ നിരീക്ഷിക്കുന്നത്? അനഘ. വിനോദ്, നിരോധിത തീവ്രവാദ സംഘടനകളിൽപ്പെട്ട, അതായത് സിമി, PFI പോലുള്ള നിരോധിത തീവ്രവാദ സംഘടനകളിൽ പെട്ടവർ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് NCHDR എന്നൊരു ആരോപണം ഈ സംഘടനയുടെ ഉദയം മുതൽ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. ആ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 58 പേരുടെ ജീവനെടുത്ത കോയമ്പത്തൂർ സ്ഫോടന കേസിലെ മുഖ്യപ്രതി, അതായത് കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള അൽ ഉമ്മ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ പ്രവർത്തകനായിട്ടുള്ള, അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ഈ ഭാഷ എന്ന് പറയുന്ന തീവ്രവാദിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ് NCHDRന്റെ പ്രവർത്തകരായിട്ടുള്ളവർ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് NCHDRന്റെ പ്രസിഡന്റായിട്ടുള്ള, പഴയ നക്സലൈറ്റ് ആയിരുന്ന CPM അനുഭാവിയായിട്ടുള്ള വിളയോട് ശിവൻകുട്ടിയാണ് നേരിട്ട് ഈ ഭാഷയുടെ മകനോട് സംസാരിക്കുകയും പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മകനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഈ ഭാഷ എന്ന് പറയുന്ന പ്രതിയുടെ വീട്ടിലെത്തിയത് എന്ന് അവർ പരസ്യമായി തന്നെ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ഏതെങ്കിലും പുണ്യപ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ ജയിലിലായ ഒരാളല്ല ഭാഷ. കൃത്യമായി തന്നെ നെറ്റിയിൽ കുറിയുണ്ടോ, കഴുത്തിൽ കുരിശുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് കൃത്യമായി തീവ്രവാദ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ നിയമ സംവിധാനം നൽകുന്ന ശിക്ഷ വാങ്ങി ജയിലിൽ കഴിയുന്നതിനിടയിൽ പരോളിൽ ഇറങ്ങി അങ്ങനെ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മരിച്ച ഭാഷയുടെ വീട്ടിലാണ് ഈ NCHDR എന്ന് പറയുന്ന തങ്ങൾ മനുഷ്യാവകാശ സംഘടനയാണ്, മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് വാദിക്കുന്നവർ നേരിട്ട് ഈ വീട്ടിലെത്തുന്നത് എന്നതാണ്. മാത്രമല്ല, ഈ സംഘടനയിലെ പ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള ഈ നിസാമുദ്ദീൻ പാലാഴി, നിസാമുദ്ദീൻ പാലാഴിയുടെ ഫേസ്ബുക്കിൽ കൃത്യമായി തന്നെ എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം, ഏത് മതസംഘടനയുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്, അവരുടെ തീവ്രമായ ആശയം, അതൊക്കെ തന്നെ കൃത്യമായി ഒളിച്ചു കടത്താനുള്ള ശ്രമം ഈ നിസാമുദ്ദീൻ പാലാഴിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നിസാമുദ്ദീൻ പാലാഴിയെ പോലുള്ള, വിളയാടി ശിവൻകുട്ടിയെ പോലുള്ളവരാണ് NCHDR എന്ന സംഘടനയ്ക്ക്, മനുഷ്യാവകാശ സംഘടന എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് കേരളത്തിൽ രൂപം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ സംഘടനാ പ്രഖ്യാപനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ നടത്താൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ വാർത്ത കൊടുത്തതിനെ തുടർന്നും ഹിന്ദു ഐക്യവേദി കൃത്യമായി തന്നെ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സംഘടനാ പ്രഖ്യാപനം അന്നവർ മാറ്റിവെച്ചത്. പക്ഷെ അപ്പോഴും മാറ്റിവെച്ചപ്പോഴും അവർ ഫേസ്ബുക്കിലൂടെ നടത്തിയ ഒരു കാര്യമുണ്ട്. ഇത് താൽക്കാലികമാണ്, തങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്നൊരു മുന്നറിയിപ്പ് കൂടി അവർ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നുണ്ട്. കൃത്യമായി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പെട്ടവർക്ക് നിയമസഹായം നൽകുകയാണ് ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് വലിയ രീതിയിൽ ഗുരുതര ആരോപണം ഈ സംഘടനയ്ക്കെതിരെ ഉയർന്നു വന്നിരുന്നു. ആ ആരോപണം കൃത്യമായി തന്നെ ശരിവെക്കുന്ന രീതിയിലാണ് സംഘടനയുടെ പ്രവർത്തനമെന്ന് നമുക്ക് ഈ സംഘടന ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാടിലൂടെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. തങ്ങൾ മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുമ്പോഴും കോയമ്പത്തൂർ സ്ഫോടന കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള, തീവ്രവാദിയായിട്ടുള്ള ഭാഷ എന്ന് പറയുന്ന കേസിലെ മുഖ്യപ്രതിയുടെ വീട്ടിലെത്തി ഈ മരണവുമായി ബന്ധപ്പെട്ട് മകനെ ആശ്വസിപ്പിച്ചു എന്ന് വലിയ രീതിയിൽ അവർ തങ്ങൾ ചെയ്തത് പുണ്യപ്രവൃത്തിയാണ് എന്ന രീതിയിലാണ് അവരുടെ ഫേസ്ബുക്കിൽ ഈ കാര്യങ്ങൾ അവർ പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിലേക്ക്
തങ്ങൾ ചെയ്ത ഈ ഒരു കാര്യം തുറന്നു പറയാനും അതൊരു മടിയുമില്ലാതെ പൊതുമധ്യത്തിലേക്ക് കാണിച്ചു കൊടുക്കാനും ഈ NCHDR എന്ന സംഘടനയ്ക്ക് ധൈര്യം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ആ സംഘടനയുടെ പിന്നിൽ കൃത്യമായി പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്ക് കൃത്യമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരി വെക്കുന്നതാണ്. എന്തായാലും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് കൃത്യമായി പോലീസ് ഈ സംഘടനയെ നിരീക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അവർ ഈ ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുന്ന കാര്യങ്ങൾ, അവർ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അവർ നിരീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിമി PFI പോലുള്ള നിരോധിച്ച സംഘടനകൾ, അത് ഏറ്റവും അധികം പ്രവർത്തനം നടത്തിയിരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം. അതിലെ നേതാക്കൾ മാത്രമാണ് ഇപ്പോഴും അറസ്റ്റിലായിട്ടുള്ളത്. അതിൽ പ്രവർത്തിച്ച 10,000-കണക്കിന് അണികൾ ഇപ്പോഴും ഉണ്ട്. ആ അണികളൊക്കെ തന്നെ ചേർന്ന് രൂപീകരിച്ച, അല്ലെങ്കിൽ അവർക്ക് ഈ നിരോധിത തീവ്രവാദ സംഘടനയുടെ പുതിയ രൂപം, ആ സംഘടനയിൽ പ്രവർത്തിച്ചവരൊക്കെയാണ് NCHDR എന്ന മനുഷ്യാവകാശ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നത് എന്ന വാദം ശരിവെക്കുന്നതാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നടപടി എന്ന് തന്നെ പറയേണ്ടി വരും വിനോദ്. തീർച്ചയായും. അപ്പോൾ NCHDR എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അത് കൃത്യമായ നിരീക്ഷണം അന്വേഷണ ഏജൻസികൾ ആരംഭിച്ചിട്ടുണ്ടോ? ഇവർ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നുള്ള നിലയിൽ നേരത്തെ അനഘ സൂചിപ്പിച്ചതാണ്. ഇവർ കൃത്യമായി മനുഷ്യാവകാശ സംഘടന എന്ന് അവകാശപ്പെടുമ്പോഴും ഇത്തരത്തിൽ തീവ്രവാദ ബന്ധമുള്ള, അല്ലെങ്കിൽ ഈ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ 1-ാം പ്രതിയുടെ വീട്ടിൽ മനുഷ്യാവകാശ സംഘടന എന്നുള്ള നിലയിൽ സന്ദർശിക്കുന്നു, അവരെ, ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവരുടെ പ്രവർത്തനം മനുഷ്യാവകാശ പ്രവർത്തനം എന്ന് കണക്കാക്കാൻ കഴിയില്ലല്ലോ അനഘ? തീർച്ചയായും വിനോദ്, ഈ സംഘടനയ്ക്ക് ഒരു മറ വേണം. NCHDR എന്ന് പറയുന്ന സംഘടനയ്ക്കുടെ പ്രവർത്തനത്തിന് കൃത്യമായൊരു മറ വേണം. ആ മറയാണ് ഈ മനുഷ്യാവകാശ സംഘടന എന്നൊരു ലേബൽ. കൃത്യമായി നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇവർക്ക് ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരിടമായി കേരളം മാറിയിട്ടുണ്ട്. നമുക്ക് PFI എന്ന നിരോധിത തീവ്രവാദ സംഘടനകളിൽ ഏറ്റവും അധികം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം. ഏറ്റവും അധികം അവർ പ്രവർത്തനം വ്യാപിപ്പിച്ച സംസ്ഥാനം കൂടിയായിരുന്നു കേരളം. അങ്ങനെ കൃത്യമായി തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ള ഒരു മണ്ണായി കേരളം മാറുന്നൊരു സാഹചര്യമുണ്ട്. അതിലൊക്കെ ഏറ്റവും ഉപരി ഈ അമ്പലനടയിൽ പച്ചക്കിട്ട് കെട്ടിത്തൂക്കി കത്തിക്കും, അവിലും മരം കുന്തിരിക്കവും സൂക്ഷിച്ചോ എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഒരു കുഞ്ഞു പയ്യന്റെ വായിൽ നിന്ന് ഉയർന്നു വന്നൊരു സാഹചര്യം പോലും കേരളത്തിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി തന്നെ വളക്കൂറുള്ളൊരു മണ്ണായി കേരളം മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ നിരോധിത സംഘടനകളൊക്കെ തന്നെ അവരുടെ പുതിയ രൂപത്തിലേക്ക് മാറുന്നതിന് കേരളമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ NCHDR എന്ന മനുഷ്യാവകാശ സംഘടനയാണ് എന്ന് പറഞ്ഞ് ഇവർ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കൃത്യമായി തന്നെ ഇവരുടെ ഫേസ്ബുക്കിലൂടെയും കൃത്യമായി ഇവരുടെ നോട്ടീസിലും ഒക്കെ തന്നെ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ട് ജയിലിൽ കഴിയുന്നവർക്ക് നിയമസഹായം നൽകുക. അത് അവർ ഈ രീതിയിലല്ല അവർ പങ്കുവെക്കുന്നതെങ്കിൽ പോലും ഇത്തരത്തിൽ ഏതെങ്കിലും തീവ്രവാദ കേസുകളിൽപ്പെട്ട് നിരപരാധികളായവർക്ക് തങ്ങൾ നിയമസഹായം നൽകുമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവിടെ നിരപരാധി എന്ന വാക്ക്, നമ്മുടെ നിയമ സംവിധാനം അത്തരത്തിൽ നിരപരാധികളെ ജയിലിൽ അടയ്ക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ കൃത്യമായ ഉദ്ദേശം ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽപ്പെട്ട് ജയിലിലായിരിക്കുന്നവർക്ക് നിയമസഹായം നൽകി അവരെ പുറത്തു കൊണ്ടുവരിക എന്നതാണ്. അതവർ പറയാതെ അവരുടെ ഫേസ്ബുക്കിലൂടെയൊക്കെ തന്നെ കൃത്യമായി പറയുന്നുണ്ട് എന്നതാണ് സത്യം. റിട്ടയർഡ് DYSP സുഭാഷ് ബാബു കൂടി വാർത്തയ്ക്കൊപ്പം ചേരുന്നു. സ്വാഗതം സുഭാഷ് ബാബു. നമ്മൾ ഇപ്പോൾ പങ്കുവെക്കുന്ന വാർത്തകൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതായത് കോയമ്പത്തൂർ സ്ഫോടന കേസിലെ 1-ാം പ്രതിയുടെ വീട്ടിൽ, കോഴിക്കോട് സ്വദേശിയാണ്, ഭാഷയുടെ വീട്ടിലാണ് NCHDR എന്ന് പറയുന്ന, അല്ലെങ്കിൽ മനുഷ്യാവകാശ സംഘടന എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടന. അവർ അവിടെ ആ വീട് സന്ദർശിക്കുന്നു, ബന്ധുക്കളെ സന്ദർശിക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, കോയമ്പത്തൂർ സ്ഫോടന കേസ് നിരവധി ആളുകൾ മരണപ്പെടുന്ന, അല്ലെങ്കിൽ മരണപ്പെട്ട ഒരു സംഭവമാണ്. ആ സ്ഫോടന കേസിലെ, ആ തീവ്രവാദ കേസിലെ 1-ാം പ്രതിയുടെ വീട്ടിൽ മനുഷ്യാവകാശ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എന്ന് പറഞ്ഞ് ഒരു സംഘടന സന്ദർശനം നടത്തുന്നു. ഇതൊക്കെ തന്നെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യമല്ലേ സംസ്ഥാനത്ത് രൂപപ്പെടുന്നത്?
തീർച്ചയായിട്ടും. കാരണം ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ആദ്യം മനുഷ്യാവകാശ സംഘടനകളിൽ കൂടെയാണല്ലോ വളർന്നു വന്നത്. നമുക്കറിയാം 1994-95 കാലങ്ങളിലൊക്കെ നമ്മുടെ ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു മനുഷ്യാവകാശ സംഘടന, ഹ്യൂമൻ റൈറ്റ്സ് സംഘടന ഉണ്ടാകുകയും ആ സംഘടന പടിപടിയായിട്ട് മുഴുവനായിട്ട് തീവ്രവാദികൾ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾ കൈയാളുകയും അവർ പ്രത്യേകമായ അതിൽ പറഞ്ഞ ചില ആളുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തു എന്നൊക്കെ അന്ന് തന്നെ റിപ്പോർട്ടുകൾ വന്നു. പോലീസ് അതൊക്കെ അന്ന് സ്ഥിരീകരിച്ച് അവരുടെ പല ആളുകളെയും താക്കീത് ചെയ്യുകയൊക്കെ ചെയ്ത് എനിക്ക് തന്നെ നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്. അപ്പൊ അതിനുശേഷമാണ് പിന്നെ നമ്മളിവിടെ സംബന്ധിച്ച കോഴിക്കോട് പിന്നെ തീവ്ര സ്വഭാവമുള്ള ചില പ്രസ്ഥാനങ്ങളുണ്ടായി. അത് നമ്മുടെ പള്ളികളുടെ തർക്കങ്ങൾ തമ്മിൽ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ളതിനകത്തില് കൊല്ലും കൊലയൊക്കെ നടന്നപ്പോൾ അതിലൊരു തീവ്ര സംഘടന നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഈ അല്ലുമായ എന്ന് പറയുന്ന ഒരു സംഘടന, ISS എന്ന് പറയുന്ന അബ്ദുൽ നാസർ മദനിയുടെ സംഘടനയെ, അതേ തുടർന്നിട്ട് അല്ലുമായ എന്ന് പറഞ്ഞ കോയമ്പത്തൂരിലെ തീവ്രവാദി സംഘടനകൾ. അത് കാലാന്തരത്തില് ഇതിങ്ങനെ NDF-ഉം ഒറ്റയായി മാറി. അങ്ങനെ അത് ഏകോപിപ്പിച്ച് SDP എന്നുള്ള രീതിയിലേക്ക് വരികയും അതാണ് ഇപ്പം ചെയ്യുന്നത്. അതിപ്പം കോയമ്പത്തൂരെ സംബന്ധിച്ചിടത്തോളം ഈ അല്ലുമായ എന്ന് പറയുന്ന സംഘടനയുടെ രൂപകൽപ്പന ചെയ്ത വ്യക്തി, അതിന് ചുക്കാൻ പിടിച്ച ആളുകളും ഈ സ്ഫോടനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇപ്പൊ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയിലെ അംഗമായിട്ടാണ് അദ്ദേഹം ഈ മരണപ്പെട്ടിരിക്കുന്നത്. ശിക്ഷിക്കപ്പെട്ടിരുന്നതാണ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിലേക്ക് സന്ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. മനുഷ്യാവകാശത്തിന് അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് എന്ത് മനുഷ്യാവകാശം? മനുഷ്യാവകാശം ഇല്ലാത്ത ആളുകളാണല്ലോ ജയിലിൽ കിടക്കുന്നത്. അതങ്ങനെ ആക്കി തീർത്ത് അവർ തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് മനുഷ്യാവകാശം എന്നുള്ളൊരു അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ തീവ്രവാദ സംഘടനകൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ഹിഡൻ അജണ്ടകൾ ഉണ്ടാവും എന്നുള്ളത് വ്യക്തമല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതാണ്. പ്രത്യേകിച്ച് അവിടെ സന്ദർശിച്ചു എന്ന് പറയുന്ന വ്യക്തികളും അതുപോലെ തന്നെ ഇതിന് ആസൂത്രണം ചെയ്ത ബുദ്ധി കേന്ദ്രവാദം നമ്മുടെ ഈ അവരുടെ ഫോണുകളും മറ്റു രീതിയിലുള്ള ബന്ധങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷിക്കുക, നടപടികളും അനിവാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് സെൻട്രൽ ലീഡർഷിപ്പ് മന്ത്രിസഭ ഇത് ഗൗരവമായിട്ട് എടുക്കും തോന്നുന്നു. അന്വേഷണ ഏജൻസികൾ എന്തായാലും ഇത് അന്വേഷിച്ച് നോക്കിയിട്ട് അതിന്റെ യഥാർത്ഥ വ്യക്തികളെ ആരാണ്, അവിടെ തീവ്രവാദ പ്രവർത്തനം ഉണ്ടെങ്കിൽ എന്തായാലും ശരി അവർക്ക് ഒരു ഡീറ്റൻഷൻ ഓർഡർ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ വ്യക്തമാണ്. NCHDR-ന്റെ പ്രവർത്തനങ്ങൾ പോലും നിരീക്ഷിക്കേണ്ടതാണ്. അവരുടെ പ്രവർത്തനം പോലും സംശയത്തോടു കൂടി കാണണമെന്ന് തന്നെയാണ് റിട്ടയർഡ് SP സുഭാഷ് ബാബു നമ്മളോട് ഈ പ്രതികരിച്ചത്. NCHDR എന്ന് പറയുന്ന സംഘടനയാണ് കോഴിക്കോട് ഒരു തീവ്രവാദിയുടെ പ്രധാനപ്പെട്ട, നമുക്കറിയാം, കോയമ്പത്തൂർ സ്ഫോടന കേസിലെ 1-ാം പ്രതിയുടെ വീട്ടിൽ, ഭാഷയുടെ വീട്ടിൽ സന്ദർശനം നടത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ഭാഷയുടെ മരണത്തെ തുടർന്നായിരുന്നു ഇവർ ഈ വീട്ടിലെത്തിയത്. അവർ ബന്ധുക്കളെ കാണാനായി എത്തിയത് മനുഷ്യാവകാശത്തിൻ്റെ പേരിലാണ് എന്നാണ് പറയുന്നത്. ഇവിടെ അനഘ ഹർഷൻ തുടരുകയാണ്. അനഘ, നമ്മൾക്കറിയാം, ഇവിടെ റിട്ടയർഡ് DSP സുഭാഷ് ബാബു പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതായത് എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിച്ചാണ്, മറ്റുള്ളവരുടെ മനുഷ്യാവകാശങ്ങളെല്ലാം സ്വയം ലംഘിച്ചാണ്, അല്ലെങ്കിൽ വലിയ തീവ്രവാദ പ്രവർത്തനം നടത്തിയാണ് ഇവരൊക്കെ ജയിലിലാകുന്നത്, അഴിക്കുള്ളിലാകുന്നത്. പിന്നീട് അവരുടെ മനുഷ്യാവകാശത്തെ പറ്റി സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ആളുകളുടെ മരണത്തിനിടയായ സ്ഫോടനം ആസൂത്രണം ചെയ്യുന്നു, ആ കേസിൽ പിടിക്കപ്പെടുന്നു, ജയിലിലാകുന്നു. അവരുടെ വീടുകൾ സന്ദർശിക്കുന്നവർക്ക് എന്ത് മനുഷ്യാവകാശം, അല്ലെങ്കിൽ അവരെന്ത് മനുഷ്യാവകാശ സംഘടന? അതുകൊണ്ട് ഈ സന്ദർശനം നടത്തിയ സംഘടനയെ പോലും, അതായത് NCHDR-നെ പോലും നിരീക്ഷണ വിധേയമാക്കണം. അവരുടെ ഫോണുകൾ വരെ പരിശോധിക്കണം. അവരുടെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവർ ഈ സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് അന്വേഷിക്കണം എന്നൊരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. അനഘ ഹർഷൻ. വിനോദ്, കൃത്യമായി തന്നെ ഈ NCHDR എന്ന മനുഷ്യാവകാശ സംഘടനയെന്ന് അവകാശപ്പെടുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾ കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട്. അവരുടെ പുറകെ തന്നെ ഈ കേന്ദ്ര ഏജൻസികൾ ഉണ്ട് എന്നതാണ്. മാത്രമല്ല, ഈ സംഘടനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ വലിയ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നതാണ് വസ്തുത. അതായത് ഈ സംഘടനയുടെ പ്രവർത്തനം അതിനെ അനുകൂലിക്കുന്ന ഒരു വലിയ സമൂഹ
പൊതുസമൂഹം പുറത്തുണ്ട് എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ ഇവരിട്ടിരിക്കുന്ന ഈ പോസ്റ്റിനൊക്കെ അടിയിൽ വരുന്ന വലിയ രീതിയിലുള്ള ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗം അതിനെ കമന്റ് ഇടുകയും ഇതിനെ സ്വാഗതം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നതാണ്. അതായത് ഈ NCHDR എന്ന് പറയുന്ന ഈ മനുഷ്യാവകാശ സംഘടന എന്ന് അവകാശപ്പെടുന്ന ഈ സംഘടനയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വരവേൽക്കാനുള്ളൊരു സമൂഹം ഈ പൊതുസമൂഹത്തിന് ഉള്ളിൽ ഉണ്ട് എന്നതാണ്. അവരിതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അപകടമുണ്ടാക്കുന്ന ഒരു വസ്തുത. അങ്ങനെയല്ലെങ്കിൽ ഒരു പരസ്യമായ മനുഷ്യാവകാശ സംഘടന എന്ന് അവകാശപ്പെടുന്ന ഈ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വിളയോടി ശിവൻകുട്ടി തന്നെ നേരിട്ട് ഒരു സ്ഫോടന കേസിലെ തീവ്രവാദി എന്ന് തന്നെ മുദ്ര കുത്തപ്പെട്ട ഭാഷ എന്ന് പറയുന്ന ആ തീവ്രവാദിയുടെ വീട്ടിൽ എത്തുകയും ആ രഹസ്യമായല്ല എത്തിയത്, പരസ്യമായി തന്നെ ആ വീട്ടിലെത്തുകയും മകനെ കെട്ടിപ്പിടിക്കുകയും മകന് ആശ്വാസം പകരുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് പൊതുസമൂഹത്തിന് മുന്നിൽ തങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരാർജവം ഇത്തരത്തിലുള്ള സംഘടന കാണിക്കുന്നുണ്ടെങ്കിൽ ആ സംഘടനയ്ക്ക് പിന്നിൽ ചെറിയ മീനല്ല ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതിന് മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കോഴിക്കോട് മാത്രമല്ല കണ്ണൂര്, കാസർഗോഡ് അങ്ങനെ കേരളത്തിലുടനീളം ഈ സംഘടന പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നതാണ്. ഈ സംഘടനയുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ സംഘടനയുടെ ഫേസ്ബുക്കിൽ തന്നെയാണ് ഇത്തരത്തിൽ എല്ലാ ജില്ലകളിലും പ്രവർത്തകരെത്തി വഴിയിലും മറ്റ് മതിലിലും ഒക്കെ തന്നെ ഈ സംഘടനയുടെ പോസ്റ്റർ ഒട്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് പുതുതായി വന്ന ഈ ഒരു സംഘടനയ്ക്ക് ഈ ഫണ്ട്, ആരാണ് ഈ സംഘടനയ്ക്ക് പുറകിൽ ഫണ്ട് നൽകുന്നത് എന്നതടക്കമുള്ള കാര്യം വലിയൊരു ചോദ്യമാണ്. മാത്രമല്ല ഈ സംഘടന കൃത്യമായി തന്നെ ഇതൊക്കെ നമ്മളാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. അതുമായി ബന്ധപ്പെട്ട പിന്നീട് ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഹിന്ദു ഐക്യവേദി ഇതുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ സംഘടനാ പ്രഖ്യാപനം മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നു. പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഈ സംഘടനയെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളോട് കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സംഘടന നിരോധിത തീവ്രവാദ സംഘടനകളിൽ പെട്ടവരൊക്കെ തന്നെ ഈ സംഘടനയിൽ ചേക്കേറിയിട്ടുണ്ട്. അതിൽ നിസാമുദ്ദീൻ പാലാഴി എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയുടെ കൃത്യമായി ഫേസ്ബുക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് കൂടി അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഈ നിസാമുദ്ദീൻ പാലാഴി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് കവറിൽ തന്നെ ഇട്ടിരിക്കുന്നത്, കവർ പേജ് തന്നെ ഇത്തരത്തിൽ കൃത്യമായി തന്നെ അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു ആശയത്തെക്കുറിച്ച് നമുക്ക് അതിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ, ഹമാസ് തീവ്രവാദികൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ, അങ്ങനെ കൃത്യമായി എന്താണ് അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു അജണ്ട എന്ന് കൃത്യമായി മനസ്സിലാക്കും. അദ്ദേഹം ഈ NCHDR എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തുള്ള ഒരാൾ കൂടിയാണ്. അങ്ങനെ കൃത്യമായി ഈ സംഘടനയുടെ തലപ്പത്തുള്ളവരൊക്കെ തന്നെ നിരോധിത തീവ്രവാദ സംഘടനകളിൽ ഉൾപ്പെട്ടവരാണ് എന്ന വാദം ശരിവെക്കുന്ന രീതിയിലാണ് സംഘടനയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന് വിനോദ്, ഇത്തരത്തിലുള്ള സംഘടനകൾ നിരോധിച്ചു, ഇന്ത്യ ഒട്ടാകെയാണ് ഈ സംഘടനകളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ നിരോധിച്ചപ്പോഴും ഈ കേരളത്തിലാണ് ഈ സംഘടനകളെല്ലാം തന്നെ വീണ്ടും പുതിയ രൂപത്തിൽ ഉടലെടുത്ത് വരുന്നത് എന്നതാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല കോഴിക്കോട് പ്രത്യേകിച്ചും ഇത്തരത്തിൽ ുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നുണ്ട് എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ NCHDR എന്ന് പറയുന്ന ഈ മനുഷ്യാവകാശ സംഘടന എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംഘടനയുടെ ഉദയം എന്നതാണ്. മാത്രമല്ല ഇതിന് കേരളം എന്തുകൊണ്ട് ഇത്തരത്തിൽ നിരോധിത തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ പുതിയ രൂപത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് കേരളം തെരഞ്ഞെടുക്കുന്നു എന്നതൊരു ചോദ്യം കൂടിയാണ്. കാരണം അതിനുള്ള അത്തരം സാഹചര്യം എന്തുകൊണ്ട് കേരളത്തിൽ SP ആയിട്ടുള്ള ശ്രീ TK രാജ്മോഹൻ ചേരുന്നു. സ്വാഗതം ശ്രീ രാജ്മോഹൻ. നമുക്കറിയാം കോഴിക്കോട് NCHDR എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ 1-ാം പ്രതിയുടെ വീട് സന്ദർശിച്ചിരിക്കുന്നു. അവർ മനുഷ്യാവകാശ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ വീട് സന്ദർശിച്ചത്, അവിടുത്തെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചത് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത്രയും വലിയ തീവ്രവാദ പ്രവർത്തനം നടത്തിയ ഒരാളുടെ വീട് സന്ദർശിക്കുന്നത് എങ്ങനെ മനുഷ്യാവകാശ പ്രവർത്തനമാകും? അതിനെ ആ നിലയിൽ കാണാൻ കഴിയുമോ ശ്രീ രാജ്മോഹൻ? അല്ല, അതില് മെയിൻ നമുക്ക് കാണാൻ പറ്റുക ഈ ഓർഗനൈസേഷന്റെ ഉദ്ദേശം എന്താണ്. അത് മനുഷ്യാവകാശ ലംഘനത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ല, അതുമായി ബന്ധപ്പെട്ട ജോലിയാണ് അവർ ചെയ്യുന്നതെങ്കിൽ തന്നെ. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ മനസ്സിലാകുന്നത് ഈ ഓർഗനൈസേഷൻ ഒരു
കാമഫ്ലാഗ് ചെയ്ത്, അതായത് ഒരു മറയാക്കി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനായിട്ടാണ് കണ്ടുവരുന്നത്. ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഐദർ പഴയ SDPIക്ക് അനുഭാവികളോ അല്ലെങ്കിൽ പഴയ ബാൻ ചെയ്ത ഓർഗനൈസേഷനിൽപ്പെട്ട ആൾക്കാരൊക്കെയാണ് കാണുന്നത്. പക്ഷെ അവർ ഇതിന്റെ മറവിലാണ് ഈ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് അവരിപ്പോൾ മുന്നോട്ട് നിന്നത്. അപ്പൊ കുറെ കാലങ്ങളായിട്ട് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന പല ആൾക്കാരും, പല അനുഭാവികളും ചില ഇങ്ങനെയുള്ള സംഘടനകൾ ഫോം ചെയ്യും. അതായത് ഡെമോക്രാറ്റിക് അതായത് ജനാധിപത്യപരമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലി പെർമിറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പേര് മറ്റം ചേർത്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഘടന ഉണ്ടാക്കിയിട്ട് പ്രവർത്തിക്കുന്നത് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ആണെന്ന് സംശയിക്കുന്ന ഓർഗനൈസേഷനാണ് ഇത്. അപ്പൊ ഇവര് സ്വാഭാവികമായിട്ടും ഈ ഭാഷയുടെ വീടൊക്കെ സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ അത് തികച്ചും ആശങ്കാജനകമായ കാര്യം തന്നെയാണ്. അതിലൊരു ഒരു സംശയം ആരെങ്കിലും ഏതെങ്കിലും വിഭാഗം ഒരു സംശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ NIA പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിലുള്ള സംഘടനകളുടെ പ്രവർത്തനം, പ്രത്യേകിച്ചും തീവ്രവാദ പ്രവർത്തനം നടത്തിയ പ്രധാനപ്പെട്ട പ്രതികളുടെ വീട് സന്ദർശിക്കുന്ന സംഘടനകളെയൊക്കെ നിരീക്ഷണ വിധേയം ആക്കുമെന്ന ഉറപ്പല്ലേ ശ്രീ രാജ്മോഹൻ? തീർച്ചയായിട്ടും. കാരണം ഈ ഇന്റലിജൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ IB-ക്കാരുണ്ട്, അപ്പം റിസർച്ച് അനാലിസിസ് വിങ്ങുകാരുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങളും ഇന്ത്യ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരുപാട് ഇന്റലിജൻസ് വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യും, ഇവരെ ആക്ടിവിറ്റീസ് ഒക്കെ വാച്ച് ചെയ്യും. അവരിപ്പം ഈ ബാൻ ചെയ്ത ഓർഗനൈസേഷനിലെ പല ആൾക്കാരും അവര് ഈ ബാനിൽ നിന്നും ഒഴിവാക്കാനും അവരുടെ പ്രവർത്തനത്തിനെ വാച്ച് ചെയ്ത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഘടനകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സംഘടനകൾ തീർച്ചയായിട്ടും എല്ലാ അന്വേഷണ ഏജൻസിയുടെയും വളരെ ക്ലോസ് വാച്ചിലാണുള്ളത്. കൂടാതെ അവർ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ വീട്ടിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലോസ് വാച്ച് ചെയ്യും. അവരുടെ ഫർദർ ആക്ടിവിറ്റീസ് നോക്കും. അവരുടെ ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ് നിയമപരമായി വാച്ച് ചെയ്യേണ്ടത് അതൊക്കെ വാച്ച് ചെയ്ത് നമ്മുടെ അന്വേഷണ ഏജൻസി മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയവും തർക്കവുമില്ല. വളരെ വ്യക്തമാണ്. NCHDRന്റെ പ്രവർത്തനം കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. അവരുടെ പ്രവർത്തനം ഏത് നിലയിലാണ് എന്ന് ദേശീയ സംസ്ഥാന അന്വേഷണ ഏജൻസികൾ കൃത്യമായി നിരീക്ഷിക്കും. അത് നിരീക്ഷിച്ച് തന്നെ അക്കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്നാണ് NIA മുൻ SP കൂടിയായിട്ടുള്ള ശ്രീ TK രാജ്മോഹൻ പറഞ്ഞത്.